എടാ അവനെ അടി കൊണ്ടുവന്ന പയ്യനില്ലേ, അവന്റെ പേരൊന്ന് സാബു, അവനെ കിട്ടും. ആ ആ ആ എന്താ പറ്റുക? ഇത് എടാ നാണാവില്ല അവനക്ക്. പിന്നെ എടാ ഒരു കിളവനെ പോലെ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത നിന്നെയൊക്കെ എന്റെ ഗ്യാങ്ങിലെടുത്ത് എന്നെ വേണം തല്ലാൻ. എടാ ഞാനേ വളരെ ക്ലിയർ ആയിട്ട് പറയാം, നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പോലെ ഗുണ്ടകൾക്ക് അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന കാര്യം. അറിയാം. നമ്പർ 1 ലുക്ക്. എടാ ഈ ഇരുട്ടത്തും ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ വിചാരം? അല്ലെങ്കിൽ ഈ ചൂടത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഞാൻ ഈ ജാക്കറ്റ് ഇട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ വിചാരം? എടാ നമ്മളെ കാണുമ്പോൾ തന്നെ അവന് തോന്നണം നമ്മൾ ഭയങ്കര സെറ്റപ്പാണ്, എന്നാലും അവനൊക്കെ പേടിക്കും. അല്ലാണ്ട് നിന്നെ പോലെ പോയിട്ട് അവരുടെ ഫ്രണ്ടിൽ പോയിട്ട് ചേട്ടാ സുഖല്ലേ, അതെ പ്രശ്നമുണ്ട് കേട്ടോ പറയാൻ വേണ്ടിട്ട് വന്ന, അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ ആരാണ് ഇറങ്ങാൻ? അതെ ഞാൻ കാണിച്ചു തരാം. അതെ സിമ്പിളായിട്ട് അവന്റെ വീട്ടിൽ പോവുക, അവന്റെ മുഖത്ത് നോക്കുക, ഒന്നും പറയണ്ട, വെറുതെ പറയാം ഡോ താനീ വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ താൻ വിവരം അറിയും, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു പൊടിക്കും കൂടി കൂട്ടാം. നോക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ നീ വിവരം അറിയും, മനസ്സിലായോ? ഇതോ അല്ലെങ്കിൽ നീ ഒരു ലാസ്റ്റ് അടവ് എന്നുള്ള രീതിയിൽ നീ ഒരു സൈക്കോ അപ്രോച്ച് നോക്ക്, എണ്ണ നോക്ക്. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ നീ മാത്രമല്ല നിന്റെ മൊത്തം കുടുംബം വിവരം അറിയും, മനസ്സിലായ? ഇത് 3 നടന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ 3ാമത്തേലേക്ക് കിടക്കാൻ പാടുള്ളൂ. അതെന്താ? ആക്ഷൻ. അല്ലാണ്ട് ചുമ്മാ ആദ്യം തന്നെ പോയിട്ട് ആക്ഷൻ അല്ല. ആക്ഷനും പിന്നെ നിന്റെ ആക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് ഇങ്ങനെ അടിച്ച് ഓടി വരികയല്ല. ആക്ഷൻ മീൻസ് റിയാക്ഷൻ. നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും എത്ര ആൾക്കാരുണ്ട്, കാണാൻ കാണികളുണ്ടോ? കാരണം വെറുതെ അടിച്ചിട്ട് പോകുന്നത് കാര്യമില്ല, നമ്മൾ അടിച്ചൊന്നും നാട്ടുകാരും കൂടി അറിയണം, എന്നാലേ ആ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്താണ് ആൾക്കാരുണ്ട്, അധികം എക്സ്പ്രഷൻ ഒന്നും ആവശ്യമില്ല. അതെ സിമ്പിൾ, എന്താ സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ താഴോട്ട് എടുത്ത് ഉണ്ടാ, കാരണം ആൾക്കാർ ഇത്ര അടുത്തുണ്ട്, നമ്മളധികം എക്സ്പ്രഷൻ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആൾക്കാർ ദൂരത്താണെങ്കിൽ ആ എക്സ്പ്രഷൻ മുഖത്ത് വരണം. നമ്മുടെ ബാബു ആൻഡി ചേട്ടനൊക്കെ കാണിക്കുന്നുണ്ട്, കാണിച്ചത് അല്ലെങ്കിൽ അവിടെ തലയോട്ട് പിടിച്ചിട്ട് കണ്ട അമ്മാതിരി എക്സ്പ്രഷൻ കൊണ്ടുവരും, എന്നാലേ ആൾക്കാർ കാണും. ഇനി ഇത് 3 നടന്നില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, ആരെയും കത്തിരുന്നിട്ടില്ല പടക്കട്ടെ കുത്ത, അതേ നീ അറിയാം, നമുക്ക് നോക്കാം. മനസ്സിലായടാ? കേട്ടോ?